Accordingly, the Congress President has held extensive discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. കൊട്ടും കുരവയുമായി അരങ്ങുവാഴുന്ന ഒന്നല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രതിഭ. അത് നിശബ്ദമാണ്. ജലത്തിന്റെ ഒഴുക്കുപോലെയാണത്. ക്ഷമയോടെ, ലക്ഷ്യബോധത്തോടെ പാറകളിലെ വിള്ളലുകൾ തേടിപ്പിടിച്ച് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഒരു പ്രഭാതത്തിൽ അണക്കെട്ട് തകർന്ന് ലോകം തന്നെ മാറിമറിയും വരെ ആ ഒഴുക്ക് തുടരും. വടശ്ശേരി ദാമോദരൻ സതീശൻ അഥവാ കേരളം ഇന്ന് മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ ഇത്തരമൊരു പ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച ആവേശകരമായ ഒരു ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. സതീശനെ മനസ്സിലാക്കാൻ ആദ്യം പറവൂരിനെ അറിയണം. 2001 മുതൽ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ച മണ്ഡലം. പറവൂർ ആർക്കും കിട്ടുന്ന ഒരു ദാനമല്ല. ഇടതുകോട്ടകളുടെ അച്ചടക്കമുള്ള കേഡർ സംവിധാനവും പ്രത്യയശാസ്ത്ര വീര്യവും നിറഞ്ഞ പോർക്കളമാണത്. 1996 തന്റെ കന്നി പോരാട്ടത്തിൽ CPIയുടെ പി രാജുവിനോട് തോറ്റപ്പോൾ സതീശൻ പഠിച്ചത് പരാജയത്തിന്റെ പാഠമല്ല, രാഷ്ട്രീയത്തിന്റെ അടിത്തറയാണ്. 1964 മെയ് 31 കൊച്ചിയിലെ നെട്ടൂരിൽ കെ ദാമോദരമേനോന്റെയും വി വിലാസിനി അമ്മയുടെയും മകനായി ജനിച്ച സതീശൻ വക്കീൽ പണിയും സാമൂഹിക സേവനവും ഒരുപോലെ കൊണ്ടുപോയി. MSWവും നിയമബിരുദവും നേടിയ അദ്ദേഹം ഹൈക്കോടതിയിൽ 10 വർഷത്തോളം അഭിഭാഷകനായി തിളങ്ങി. KSUവിലൂടെയും MG സർവകലാശാല യൂണിയനിലൂടെയും വളർന്ന സതീശൻ കേരള രാഷ്ട്രീയത്തിന്റെ സിരകളും സ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞത് തെരുവിലെ പോരാട്ടങ്ങളിലൂടെയാണ്. 2001 ആദ്യമായി പറവൂർ പിടിച്ചടക്കിയപ്പോൾ മുതൽ ഇന്നുവരെ 5 തവണ തുടർച്ചയായി അദ്ദേഹം ആ വിജയം ആവർത്തിച്ചു. മുന്നണികൾ തോറ്റപ്പോഴും ജയിച്ചപ്പോഴും പറവൂർ സതീശനെ കൈവിട്ടില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നായകനായി അദ്ദേഹം അവിടെ വളർന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയായിരുന്നു. പിണറായി വിജയന്റെ രണ്ടാം ഊഴത്തിന്റെ ആവേശത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ കാലം. അത്തരമൊരു ഘട്ടത്തിലാണ് 2021 മെയ് 22 V.D. സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ടാസ്ക് അല്ല, ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആയിരുന്നു. സ്വന്തം പാളയത്തിലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിലപാടുകൾ സ്വീകരിച്ച സതീശൻ ഒരു പുതിയ ശൈലിക്ക് രൂപം നൽകി. നിയമസഭയെ അദ്ദേഹം ഒരു കോടതി മുറിയാക്കി മാറ്റി. TM തോമസ് ഐസക്കിനെ പോലെയുള്ള അതികായന്മാരോടുള്ള സതീശന്റെ സംവാദങ്ങൾ വെറും വാക്കുകളായിരുന്നില്ല, മറിച്ച് വസ്തുതകൾ നിരത്തിയുള്ള പോരാട്ടമായിരുന്നു. 2026 UDF 100-ലധികം സീറ്റുകൾ നേടി തിരിച്ചുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ പലരും പരിഹസിച്ചു. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പരസ്യമായി വെല്ലുവിളിച്ചു. എന്നാൽ തോറ്റാൽ രാഷ്ട്രീയ വനവാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ച സതീശൻ തന്റെ കണക്കുകൂട്ടലുകളിൽ ഉറച്ചുനിന്നു. അതൊരു സാഹസമല്ലായിരുന്നു, മറിച്ച് താൻ കെട്ടിപ്പടുത്ത തന്ത്രങ്ങളിലുള്ള വിശ്വാസമായിരുന്നു. മഹത്തായ വിജയങ്ങൾ ആകസ്മികമായി സംഭവിക്കുന്നതല്ല. സതീശന്റെ വിജയം 3 തട്ടുകളിലായി കെട്ടിപ്പടുത്ത ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു. ആദ്യതലം ഭരണവിരുദ്ധ തരംഗത്തിന്റെ ആഖ്യാനം. ഇടതുഭരണത്തിലെ നേട്ടങ്ങൾക്കിടയിലും വളർന്നുവന്ന അഴിമതി ആരോപണങ്ങളെ സതീശൻ വക്കീൽ ബുദ്ധിയോടെ ഉപയോഗിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. താൻ ഇടതുപക്ഷത്തിന്റെ വിരുദ്ധനല്ല, മറിച്ച് വഴിതെറ്റിയ ഭരണത്തിന്റെ തിരുത്തലാണെന്ന് അദ്ദേഹം വോട്ടർമാരെ ബോധ്യപ്പെടുത്തി. രണ്ടാം തലം മുന്നണി സംവിധാനത്തിന്റെ കെട്ടുറപ്പ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. മുന്നണിയിലെ വലിയേട്ടൻ ചമയാതെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു ഫെയർ ബ്രോക്കറായി അദ്ദേഹം മാറി. എറണാകുളം ജില്ലയിലെ ക്ലീൻ സ്വീപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു. മൂന്നാം തലം പുതുയുഗയാത്ര. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച പുതുയുഗയാത്ര വെറുമൊരു ജാഥയായിരുന്നില്ല. അത് വർഷങ്ങളായി അദ്ദേഹം ജനമനസ്സുകളിൽ നടത്തിയ പണിയുടെ പൂർത്തീകരണമായിരുന്നു.
UDF എന്നത് ഒരു പ്രതിപക്ഷമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഭരണകൂടമാണെന്ന തോന്നൽ ജനങ്ങളിലുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പോഡ്കാസ്റ്റുകളിലും റീലുകളിലും സംസാരത്തിലുമെല്ലാം ഒരേയൊരു വെല്ലുവിളി ഉയർത്തി. വിഷനുള്ളയാളെന്നും നിലപാടുള്ളയാളെന്നും വായനയുള്ളയാളെന്നും ഇമേജ് കെട്ടിപ്പടുത്തു. 2026 മെയ് 4 വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കേരളം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തരംഗമാണ്. 140-ൽ 102 സീറ്റുകൾ നേടി UDF അധികാരം തിരിച്ചുപിടിച്ചു. LDF വെറും 35 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ 13 മന്ത്രിമാർ പരാജയപ്പെട്ടു. കണ്ണൂരിലെ ചുവപ്പുകോട്ടകൾ പോലും തകർന്നു. 50 വർഷത്തിനിടയിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാത്ത അവസ്ഥ സംജാതമായി. സതീശൻ പറവൂരിൽ നിന്ന് 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചു കയറി. വിജയം നേടുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഭരണം നടത്തുക എന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, യുവാക്കളുടെ തൊഴിലില്ലായ്മ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നിവ സതീശന് മുന്നിലെ വലിയ വെല്ലുവിളികളാണ്. ഇന്ദിരാ ഗ്യാരണ്ടികളും ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസും നടപ്പിലാക്കാൻ വലിയ സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ്. കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലികൾ സതീശന് അനുകൂലമായി അവസാനിച്ചുവെങ്കിലും അസംതൃപ്തികൾ പൂർണ്ണമായി മാറിയിട്ടില്ല. എങ്കിലും നിയമപരമായ അറിവും താഴെത്തട്ടിലുള്ള സംഘടനാ പാടവവും അദ്ദേഹത്തെ ഒരു കരുത്തനായ മുഖ്യമന്ത്രിയാക്കുന്നു. ഒരു വൻ വിജയം ആർക്കും ജ്ഞാനം നൽകുന്നില്ല, അത് കുറച്ച് സമയം നൽകുന്നു എന്ന് മാത്രം. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിനു ശേഷം കേരളം തേടിയ മാറ്റത്തിന്റെ പേരാണ് VD സതീശൻ. ജനങ്ങളുടെ പ്രതീക്ഷകൾ വാനോളമാണ്. വാഗ്ദാനങ്ങൾ പാലിക്കാനും കേരളത്തെ പുതിയൊരു യുഗത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് കഴിയുമോ? തോറ്റാൽ വനവാസം എന്ന് പറഞ്ഞ സതീശൻ ഇപ്പോൾ ഭരണത്തിന്റെ അമരത്താണ്. കോടതിയിൽ വാദിച്ചു ജയിക്കുന്ന വക്കീലിൽ നിന്ന് ജനമനസ്സുകൾ ഭരിക്കുന്ന ഒരു ജനനായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം ചരിത്രം ഉറ്റുനോക്കുകയാണ്. കേരളം കാത്തിരിക്കുന്നു.